വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 2 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നത്: വാക്കിനാലോ ലേഖനത്താലോ. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായ കാര്യങ്ങൾ അവർ വാക്കിനാലോ ലേഖനത്താലോ നൽകിയ ഉപദേശത്തിൽ നിലനിൽക്കണം. അതിനെ, ആ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത്. ഇതിനോട് ചേർത്ത് നമുക്ക് ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ തന്നെ, അതായത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ 2 വാക്യങ്ങൾ, 1ഉം 2ഉം വാക്യങ്ങൾ കൂടി വായിക്കും. വായിച്ച ലേഖനത്തിന്റെ തന്നെ 2-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങൾ 2 കൂടെ വായിക്കും. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അതിന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. മതി. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ, ശ്രദ്ധിക്കണം, വല്ല ആത്മാവിനാലോ വചനത്താലോ, വല്ല വചനത്താലോ എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് വല്ല ആത്മാവിനാലോ ലേഖനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. അപ്പോൾ ഏതെങ്കിലും ആത്മാവിൻ്റെ വെളിപ്പാടാണ് എന്ന ഭാവത്തിൽ ആരെങ്കിലും നിങ്ങളോട് ഉപദേശം പഠിപ്പിക്കാൻ വന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടത്തിൽ അവര് അപ്പോസ്തലന്മാരെ എഴുതിയതാണെന്നോ പറഞ്ഞതാണെന്നോ പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദം കൂടി മുന്നോട്ട് വയ്ക്കാം. ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇളകിപ്പോകുകയും ഞെട്ടിപ്പോകുകയും ചെയ്യരുത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോസ്തലന്മാർ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്നതായ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ഉപദേശ വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ളതായ സംഭാഷണങ്ങൾ വരുമ്പോൾ അവർ പറയുന്ന ഉപദേശങ്ങളെ
എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് പിടിവള്ളിയില്ലാതെ വരുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതായ ഒരു വാദമുഖമുണ്ട്. ഒഴിയാൻ വേണ്ടി അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറക്കുന്ന ഒരു തന്ത്രമാണത്. എന്താണത്? ഞങ്ങൾക്ക് ബൈബിൾ മാത്രമല്ല, പാരമ്പര്യമുണ്ട്. എന്താണ് ആ പാരമ്പര്യം? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് വാമൊഴിയായി തലമുറയായി കൈമാറി തന്നതായ ഉപദേശമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരുടേതായ ഉപദേശ ആചാര അനുഷ്ഠാനങ്ങളെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആധികാരികമായ ബൈബിൾ വചനങ്ങളില്ലാതിരിക്കുമ്പോൾ അവർ എസ്കേപ്പ് ചെയ്യുവാൻ വേണ്ടി പറയുന്നതായ ഒരു കാര്യമാണ് ബൈബിൾ. ഞങ്ങൾക്ക് ഒരു സെക്കൻഡറി എവിഡൻസ് ആണ്, ഒരു റെഫറൻസ് ബുക്കാണ്. ഞങ്ങൾക്ക് ബൈബിൾ അല്ല എല്ലാം, പിന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് കൈമാറി തന്നതായ വാമൊഴിയായി തന്നതായ ഉപദേശങ്ങളുണ്ട്, അതാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ രണ്ട് കാര്യങ്ങളെയും ഒഴിവാക്കുന്നില്ല. എന്താണ്? വാക്കിനാലോ ലേഖനത്താലോ ഞങ്ങൾ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളണം എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും, വാക്കിനാലോ ലേഖനത്താലോ അപ്പോസ്തലന്മാർ നൽകിയതായ ഉപദേശിച്ചു തന്നതായ പ്രമാണങ്ങളെ ഉപേക്ഷിക്കാനല്ല, മുറുകെ പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ വിവേകമുള്ളവരായി തീരുകയും ചെയ്യേണ്ടതായ ഒരു സംഗതി എന്ന് പറയുന്നത്, വാക്കിനാൽ തന്നു എന്ന് പറയുന്നതിന് ആധികാരിക എവിഡൻസ് ഒന്നും വെക്കാനില്ല. അത് വാമൊഴിയാണ്. വാട്ട് ഈസ് ദ പ്രൂഫ് ദാറ്റ് ഇറ്റ് ഈസ് സെഡ് ആസ് ഇറ്റ് ഈസ്? എന്നാൽ ലേഖനമായി തന്നതിന് ഒരു പ്രൂഫ് ആകുകയാണ്, അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ വസ്തുവകകളൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ഡോക്യുമെന്റ് ആക്കാത്ത കാലത്തോളം വാക്കിന് പ്രത്യേകിച്ച് ഒരു വിലയുമില്ല. ഇപ്പോൾ ഒരു അപ്പൻ തൻ്റെ മക്കൾക്ക് വസ്തുവകകൾ വീതം വയ്ക്കുന്ന കാര്യത്തിൽ ആ വാക്കുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാകാം. മൂത്ത മോനോട് പറഞ്ഞിട്ടുണ്ടാകാം, ഈ കാണുന്നതെല്ലാം നിനക്കുള്ളതാണ്. ഇളയ മോനോട് പറഞ്ഞിട്ടുണ്ടാകാം, ഇതെല്ലാം നിനക്കുള്ളതാണ്. ഇത് വാക്കുകൊണ്ട് പറയുന്നത് വല്ല തെളിവുമുണ്ടോ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്? മൂത്ത മോൻ അവകാശം പറയുകയാണ്, അപ്പൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇളയ മോൻ പറയുകയാണ്, അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എനിക്കുള്ളതാണെന്ന്. അപ്പൊ ഇവർ തമ്മിൽ കടിപിടിയാകും. അത് അപ്പന്റെ കാലം കഴിഞ്ഞ ശേഷം അപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും പറയുകയാണ്, എന്നോട് അപ്പൻ ഇത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂത്തവൻ പറയുകയാണ് ഇത് എനിക്കുള്ളതാണെന്ന്, ഇളയവൻ പറയുകയാണ് ഇത് എനിക്കുള്ളതാണെന്ന് അപ്പൻ പറഞ്ഞിട്ടുണ്ട്. വല്ല തെളിവുമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ്? ഇത് രേഖയാക്കി മാറ്റി കഴിയുമ്പോഴാണ് അതിന് ആധികാരികത ഉറപ്പിക്കപ്പെടുന്നത്. അപ്പൻ മക്കൾക്ക് കൊടുക്കുവാനുള്ള പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റേഷൻ ചെയ്ത് അത് ഉറപ്പിച്ച് കഴിയുമ്പോഴാണ്, അത് ഡോക്യുമെന്റ് ആയി കഴിയുമ്പോഴാണ് ആ പ്രോപ്പർട്ടിക്കുള്ള യാഥാർത്ഥ അവകാശി ആരാണെന്നും ആ അവകാശിക്കുള്ള ആധികാരികത എന്താണെന്നും ഉറപ്പിക്കപ്പെടുന്നു. വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ വാമൊഴിയായി പറഞ്ഞതും ലേഖനമായി കിട്ടിയതും തമ്മിൽ ഒന്നായിരിക്കണം, പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ലെന്ന് ഈ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വിവേകത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കണം. വി ഡോണ്ട് ഡിനൈ ബോത്ത്. രണ്ടും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ ഏതിനെ സ്വീകരിക്കും? ലേഖനമായി ലഭിച്ചത് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടതും വാക്കാൽ പറഞ്ഞതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടായാൽ ഏതിനെ സ്വീകരിക്കും? ഏതിനാണ് ആധികാരികത? അപ്പൊ ഇവിടെയാണ് കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നത്. വാമൊഴിയായി ഞങ്ങൾക്ക് കിട്ടിയതായ ഉപദേശമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ലേഖനമായി കിട്ടിയ കാര്യങ്ങളുമായി
കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടും ഒന്നായിരിക്കണം. രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ഒരു സാഹചര്യങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും പറയുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവനയുള്ള അല്ലെങ്കിൽ ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് ഏകത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും ചെയ്യരുത്. അപ്പോസ്തലന്മാര് പറഞ്ഞതാണെന്നുള്ള ഭാവനയുള്ള ആ ഭാവത്തിലുള്ള ഏതെങ്കിലും കൊണ്ട് ആരെങ്കിലും വന്നാൽ നിങ്ങൾ സുബോധം വിട്ട് ഇളകിപ്പോകരുത്, ഞെട്ടിപ്പോകരുതെന്ന്, അതിന്റെ പിന്നാലെ പോകരുതെന്ന്. മനസ്സിലായോ? അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഈ കാര്യങ്ങളെ വിവേകത്തോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ കാര്യങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വൈരുദ്ധ്യമുണ്ടാക്കുന്ന എന്തു കാര്യവുമായിട്ട് ആര് വന്നാലും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അത് സ്വീകരിക്കാൻ പറ്റില്ല. അത് കണ്ടിട്ട് ഒരുത്തരും ഇളകിപ്പോകരുത്. അങ്ങനെയുമാകാം ഇങ്ങനെയാകാം. അങ്ങനെ രണ്ട് വിധമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവനിൽ ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമില്ല, അവനിൽ ഉവ്വ എന്നും മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവസരം പോലെ വാക്കുകളെ മാറ്റിപ്പറയുന്ന ആളല്ല കർത്താവായ യേശുക്രിസ്തു എന്ന് പൗലോസ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളോട് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഈ ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് അറിയിച്ചാൽ. ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ പൗലോസ് പോലും അതിന് വിപരീതമായി പറഞ്ഞാൽ പൗലോസ് ശപിക്കപ്പെട്ടവനാണെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളോട് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്നറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ ഒരിക്കൽ പറഞ്ഞ കാര്യത്തിന് വിപരീതമായി പൗലോസ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ ആരാണെന്നാണ് പൗലോസ്ലീഹ തന്നെ സമ്മതിക്കുന്നത്? താൻ ശപിക്കപ്പെട്ടവനാണെന്നാണ്. ഹീസ് അക്കേഴ്സ്ഡ്, ശപിക്കപ്പെട്ടവനാണെന്നാണ്. അപ്പൊ ഈ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവശാസ്ത്ര വിഷയം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവമോ ഒരുത്തൻ മാത്രമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവൻ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഏകനല്ലോ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവെന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമെന്നും ദൈവത്തെ പൗലോസ്ലീഹ അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങളെന്നുള്ള പേരുള്ള അനേകരുണ്ടെങ്കിലും പിതാവായ ഒരു ദൈവമേ നമുക്കുള്ളൂ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൗലോസ്ലീഹ പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞു. ദൈവം ഒരുവനാണ്, ദൈവം ഏകനാണ്, ദൈവമോ ഒരുത്തൻ മാത്രമെന്ന്, സിംഗിൾ പേഴ്സൺ ആണ് ദൈവമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം തങ്ങളുടെ വ്യാഖ്യാന ഫാക്ടറികൾ കൊണ്ട് വചനത്തെ മിസ്കോട്ട് ചെയ്ത് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് ഉപദേശം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും പൗലോസ്ലീഹ പറഞ്ഞത് പിന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ ശപിക്കപ്പെട്ടവനാണെന്നാണ് അങ്ങനെയുള്ളവർ കൊണ്ടുവരുന്ന വാദം. യേശുക്രിസ്തു ദൈവമാണെന്ന് പൗലോസ്ലീഹ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു ദൈവമാണെന്ന്. ഒരു വാക്യത്തിലും പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു ദൈവമാണെന്ന്. പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ള ദൈവം യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. അതിന് വിപരീതമായി യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പൗലോസ്ലീഹ പറഞ്ഞാൽ പൗലോസ്ലീഹ ആരാകും? ശപിക്കപ്പെട്ടവനാകുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്.
അപ്പോൾ ഒരിക്കൽ അങ്ങനെയും ഒരിക്കൽ ഇങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പോഴാണ് ചില വാക്യങ്ങൾ ചിലർ എടുത്തുകൊണ്ടുവരും. പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം സത്യവേദ പുസ്തകത്തിൽ കാണാം. ബൈബിളുണ്ട്, സത്യവേദ പുസ്തകത്തിലുണ്ട്. ഏതാണ്? സത്യവേദ പുസ്തകം പരിഭാഷയിൽ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് ഒരു പരിഭാഷയാണ്, അല്ലാതെ അത് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് അതൊരു പരിഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് സത്യവേദ പുസ്തകം എന്ന് മലയാളത്തിൽ അതിൻ്റെ മുകളിൽ ടൈറ്റിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതിന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന മലയാളം പരിഭാഷ ബൈബിളിന് സത്യവേദ പുസ്തകം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ആ പരിഭാഷയ്ക്കകത്ത് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മഹാദൈവമെന്ന് പറഞ്ഞിരിക്കുന്നതായി കാണാം. എന്നാൽ ആ ഭാഗം തന്നെ നമ്മൾ POC എന്ന് പറയുന്ന ഒരു പരിഭാഷ എടുത്ത് വായിക്കണം. ഇത് ശ്രദ്ധിക്കണം. തീത്തോസിന് പൗലോസ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ടുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും ഒന്ന് വായിച്ച വാക്യം, ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ടും. അപ്പൊ അവിടെ ഈ സത്യവേദ പുസ്തകം പരിഭാഷ വായിച്ചാല് അത് മാത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യേശുക്രിസ്തു ആരാ? മഹാദൈവമാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പൗലോസ്ലീഹ ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഏകനല്ലോ, ദൈവം ഒരുവൻ എന്ന് പറയുകയും ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്ത പൗലോസ്ലീഹ അതിന് വിപരീതമായി ഇപ്പൊ പിടിച്ച് യേശുക്രിസ്തു എന്ന മറ്റൊരു ദൈവത്തെ കൂടെ സ്ഥാപിക്കുകയാണ്. യേശുക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു മഹാദൈവമുണ്ടെന്ന് പൗലോസ്ലീഹ പറഞ്ഞു എന്നാണോ? അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹ ശപിക്കപ്പെട്ടവരാകണം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്യഭാഗം ഉള്ളത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ ദൈവം ഒരുവനെന്നും ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ മനുഷ്യനാണ് യേശുക്രിസ്തു എന്നും പറഞ്ഞിരിക്കുന്ന പൗലോസ്ലീഹ യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവെന്നും യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമെന്നും ആ പൗലോസിന്റെ ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നും പഠിപ്പിച്ചിരിക്കുന്ന പൗലോസ്ലീഹ അതിന് വിപരീതമായി യേശുക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു മഹാദൈവത്തെ പ്രതിഷ്ഠിച്ചു വെച്ചു എന്നാണോ? വായിക്കുക. സത്യവേദ പുസ്തകം എന്നുള്ള പരിഭാഷ മലയാളം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പുറത്ത് POC എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട്. കത്തോലിക്കര് പബ്ലിഷ് ചെയ്തിരിക്കുന്ന മലയാളം പരിഭാഷയാണ്. ഞാൻ ആ മലയാളം പരിഭാഷ എടുക്കുന്ന മലയാളമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ POC എന്ന് പറയുന്ന ഒരു മലയാള പരിഭാഷ കത്തോലിക്ക സഭ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വായിക്കണം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ് ഈ ഭാഗം പരാമർശിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലും 13-ാം വാക്യത്തിലാണ്, ഗ്രീക്ക് ബൈബിളും 13-ാം വാക്യത്തിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. അവിടെ വളരെ സ്പെസിഫിക് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരാളെ കുറിച്ചല്ല. മഹോന്നതനായ ദൈവത്തിൻ്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന ഭാഗ്യം കാത്തുകൊണ്ടും. ഇങ്ങനെയാണ് POC ബൈബിളിൽ കാണുന്നത്. അപ്പൊ അവിടെ 2 പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 പേരെ കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നതിനെ ഒരാളാക്കി മാറ്റി സത്യവേദ പുസ്തകം പരിഭാഷയിൽ. മനസ്സിലായോ? ഇപ്പം അവിടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും
നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും എന്നിങ്ങനെ രണ്ടുപേരുടെ മഹത്വത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈ വാക്യം നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന രണ്ടുപേരെയും കൂടെ പിടിച്ച് ഒരാളാക്കിക്കൊണ്ട് സത്യവേദ പുസ്തകം പരിഭാഷ നടത്തി. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് ഫിലിപ്പ് എബ്രഹാം. അദ്ദേഹം കമൻ്റ് ഇടുന്നുണ്ട്, ഞാൻ ആ കമൻറ്റ് കാണുന്നുമുണ്ട്. പക്ഷെ ഞാൻ ആ വിഷയം വിട്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ നമുക്ക് സംസാരിക്കാവുന്ന വിഷയം തന്നെയാണ്, ഇതൊന്നും പുതിയ കാര്യവുമല്ല. യെശയ്യാ 9:6 എൻ്റെ പ്രിയ സഹോദരൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കാണാപ്പാടമുള്ള കാര്യങ്ങളാണ്, പുതിയ കാര്യമേ അല്ല. അതിനൊക്കെ മറുപടി പറയാൻ നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിലേക്കല്ല പോകുന്നത്. ആ വാക്യവും വളരെ സ്പെസിഫിക് ആയി തന്നെ മറുപടി നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ പറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. തൽക്കാലം തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, പ്രോസ് ഡിക്കോമെനോയിറ്റേൻ മക്കാറിയാൻ എൽപിഡ കായ് എപ്പിപ്പാനിയാൻറ്റെസ് ഡോക്സൈസ്റ്റോ മെഗാലോതെയോ കായ് സോത്തിറോസ് ഈമൂനീസു ക്രിസ്തോ. രണ്ടുപേരുടെ മഹത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഗ്രീക്ക് ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ നമ്മൾ കാണുന്ന വാക്യമാണത്. പ്രോസ് ഡെക്കോമണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടിങ് ഗ്രേറ്റ്ലി, അതീവയാശയോടെ കാത്തിരിക്കുന്നു. എന്തിനെ കാത്തിരിക്കുന്നു? ടേൻ മക്കാറിയാൻ എൽപ്പിട. മക്കാറിയാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ, ഭാഗ്യകരമായ. എൽപ്പിട എന്ന് പറഞ്ഞാൽ പ്രത്യാശ. അപ്പോൾ അനുഗ്രഹപൂർണമായ പ്രത്യാശയ്ക്കായി നമ്മൾ കാത്തിരിക്കുന്നു. അടുത്ത വാക്യം കായ് എപ്പിപ്പാനിയാൻ ടെസ് ഡോക്സൈസ്റ്റോ മെഗാലൂത്തയോ. എപ്പിപ്പാനിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത. എന്തിന്റെ പ്രത്യക്ഷത? ടെസ് ഡോക്സൈസ്. ഡോക്സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വം. അപ്പോൾ എപ്പിപ്പാനിയാൻ ടെസ് ഡോക്സൈസ്റ്റോ മെഗാലൂത്തയോ, മഹോന്നതനായ ദൈവത്തിന്റെ. അത് കഴിഞ്ഞ് പിന്നെയും കായ് എന്ന കൺജക്ഷൻ ചേർത്തുകൊണ്ട് അടുത്ത ആളെ കുറിച്ച് പറയാണ്. കായ് സോതിരോസ് ഈമൂൻ യേശുക്രിസ്തോ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ എന്ന അടുത്ത ആളെ കുറിച്ച് പറയാം. അങ്ങനെ രണ്ടുപേരുടെ മഹത്വത്തെക്കുറിച്ചാണ് വളരെ കൃത്യമായി പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നുകൂടി ഉറപ്പിക്കാൻ വളരെ സിമ്പിളായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം എടുത്തു വായിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. മനസ്സിലായോ? ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ വരവിങ്കൽ ആരുടെയെല്ലാം മഹത്വമുണ്ടെന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്? മനുഷ്യപുത്രന്റെ മഹത്വമുണ്ട്, അവന്റെ പിതാവിന്റെ മഹത്വമുണ്ട്, അസംഖ്യം വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് എണ്ണം പറഞ്ഞിട്ടില്ല. എത്ര വിശുദ്ധ ദൂതന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല. മോർ ദാൻ വൺ, ഒന്നിലധികം ദൂതന്മാരാണെന്ന് ഉറപ്പായി. അത് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അസംഖ്യം എന്ന പദമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ മനുഷ്യപുത്രന്റെ മഹത്വം, അവന്റെ പിതാവിന്റെ മഹത്വം, വിശുദ്ധ ദൂതന്മാരുടെ മഹത്വം, ഇത്രയും കാര്യങ്ങൾ ഈ പൗലോസ്ലീഹ കാത്തിരിക്കുന്ന, ക്രൈസ്തവർ കാത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കലുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ്ലീഹ കാത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ മഹോന്നതനായ ദൈവത്തിന്റെ മഹത്വമുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യം ഗ്രീക്കിൽ വായിക്കുന്നത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. പ്രോസ് ഡെക്കോമണൈറ്റൻ മക്കാറിയാൻ എൽപിഡ കായ് എപ്പിപ്പാനിയാൻ ടെസ് ഡോക്സൈസ്റ്റോ മെഗാലോതെയോ കായ് സോതിറോസ് ഈമൂനീസു ക്രിസ്തോ. വളരെ കൃത്യമായി ഇത് അങ്ങനെ തന്നെ POC ബൈബിളിൽ പരിഭാഷ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. അതെടുത്ത് വായിച്ചു മനസ്സിലാക്കണം. സത്യവേദ പുസ്തകം മാത്രം വായിക്കരുത്, ഏതെങ്കിലും ഒരു പരിഭാഷ മാത്രം വായിക്കരുത്. We have to refer various translations to make sure about one reference. അതാണ് അവിടെ വിഷയം. അപ്പോൾ ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇനി റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവുമായിട്ട് ചിലർ വരും. റോമാലേഖനം 9:6 ആ വാക്യമായിട്ട് ചിലർ വരും. അവിടെ യേശുക്രിസ്തുവിനെ സർവത്തിനും മീതെ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെങ്ങും പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു സർവത്തിനും മീതെ ദൈവമാണെന്ന്.
അവിടെ ഈ സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ ആ വാക്യം എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ നേരെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം എടുത്ത് മുന്നോട്ട് വെച്ച് കൊടുക്കും. കാരണം അതേ പ്രയോഗം ലാസ്റ്റില് അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുക. അതേ പ്രയോഗം അപ്പുറത്ത് റോമർ 1:25 വായിച്ചേ. റോമർ 1:25. റോമർ 1:25. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമായി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. വായിച്ചിട്ട് എന്തോ തോന്നുന്നുണ്ട്? ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളയുകയും സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുകയും ചെയ്തവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ്ലീഹ പറഞ്ഞുവെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളയുകയും സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുകയും ചെയ്തവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണെന്ന് പൗലോസ്ലീഹ പറയുമെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ലെങ്കിൽ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എടുത്ത് ശരിക്കൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ മലയാളം സത്യവേദ പുസ്തകം പരിഭാഷ മാത്രം വായിക്കാതെ ഇതര പരിഭാഷകളൂടെ വായിച്ചു നോക്കണം. അവിടെ അത് ഞാൻ വാക്യം ഒന്ന് എടുക്കാം. ഒരു മിനിറ്റ്. അത് ആ വാക്യം ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിക്കാം. ഒരു മിനിറ്റ്. റോമർ 9:6. അതിൻ്റെ 5-ാം വാക്യമാണ്. 5-ാം വാക്യം. ഹൂസ് ആർ the fathers, and of whom as concerning the flesh Christ came, who is over all, God blessed forever, amen. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, മുകളിൽ തൊട്ടേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സകലത്തിന്മീതെ ആയിരിക്കുന്നവൻ, ഹു ഈസ് ഓവർ ഓൾ, ഗോഡ് ബ്ലെസ്ഡ് ഫോർ എവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സകലത്തിനുമീതെ ആയിരിക്കുന്നവൻ ദൈവമാണ്. ആ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണെന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയാണ് പൗലോസ്ലീഹ റോമർ 1:25 പറഞ്ഞിരിക്കുന്നത്. അവിടെ താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഇവിടെയും താൻ തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. പൗലോസ്ലീഹയുടെ ദൈവം ആരാണ്? റോമർ 1:9-10 ഒന്ന് വായിച്ചു നോക്കുക. പൗലോസ്ലീഹയുടെ ദൈവം ആരാണെന്ന് അവിടെ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു, വായിച്ചേ. റോമർ 1:9-10. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. മനസ്സിലായോ? പൗലോസ് തന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം ആരാണോ അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണമാണ് പൗലോസ്ലീഹ നടത്തുന്നതെന്ന്. ആരാണ് പൗലോസ്ലീഹ? ആരുടെ സുവിശേഷമാണ്? ആരെക്കുറിച്ചുള്ള സുവിശേഷമാണ് ഘോഷിക്കുന്നത്? പൗലോസ്ലീഹയുടെ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണമാണ് പൗലോസ്ലീഹ നടത്തുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ പൗലോസ്ലീഹയുടെ ദൈവം ആരാണ്? പൗലോസ്ലീഹ ആരെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണമാണ് നടത്തുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണമാണ് പൗലോസ്ലീഹ നടത്തുന്നതെന്ന് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ പൗലോസ്ലീഹയുടെ പിതാവാണ്, ആ പുത്രന്റെ പിതാവാണ്, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ പിതാവാണ് പൗലോസ്ലീഹയുടെ ദൈവം. ആ ദൈവത്തെയാണ് പൗലോസ്ലീഹ തൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നതെന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ ദൈവമോ ഒരുത്തൻ മാത്രമെന്ന് പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ ആ ദൈവം യേശുക്രിസ്തു അല്ല. ദൈവം ഒരുത്തൻ മാത്രം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ് ദൈവമോ ഒരുത്തൻ മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്, സിംഗിൾ പേഴ്സൺ. റോമർ 3:30 ദൈവം ഏകനല്ലോ, സിംഗിൾ പേഴ്സൺ.
1 തിമോത്തിയോസ് 2:5 ദൈവം ഒരുവൻ. അപ്പോൾ പൗലോസ്ലിയയ്ക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് ഒരുവൻ മാത്രമാണ്, സിംഗിൾ പേഴ്സൺ ആണ്, അത് യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവാണ്. വളരെ കൃത്യമായി എഫേസ്യ ലേഖനം 1-3-4 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവെന്നാണ് ദൈവത്തെ പൗലോസ്ലിയ വിശേഷിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 1-17 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം എന്നാണ് വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2 കൊരിന്ത്യർ 3-1-3 2 കൊരിന്ത്യർ 1:3 തോന്നുന്നു, അവിടെയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവാണ് ഇവരുടെയൊക്കെ ദൈവം. അപ്പോൾ ദൈവം ഒരുത്തൻ മാത്രമെന്ന് അപ്പോസ്തലന്മാര് പഠിപ്പിച്ചെങ്കിൽ അവരത് മാറ്റി പറഞ്ഞിട്ടില്ല. അവർക്കൊരു ദൈവമേയുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവാണ്. വളരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏതോ ആത്മാവിനാൽ എന്തെങ്കിലും ഉപദേശവുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ കൈക്കൊള്ളരുത്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം, നിങ്ങൾ ഇളകിപ്പോകരുത്, നിങ്ങൾ ഞെട്ടിപ്പോകരുത്, വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ നമുക്ക് 2 തെസ്സലോനിക്കർ 3-6 വാക്യം കൂടെ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. മനസ്സിലായോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിപരീതമായി, അത് ഉൾക്കൊള്ളാതെ, അതനുസരിക്കാതെ, അതിന് വിപരീതമായി ക്രമം കെട്ട് നടക്കുന്നവരോട് ഒഴിഞ്ഞിരിക്കണം, അവരോട് അകന്നിരിക്കണം, അവരുടെ ഉപദേശങ്ങളെ കൈക്കൊള്ളരുത് എന്നാണ് പൗലോസ്ലീഹ എടുത്തു പറയുന്നത്. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ പ്രസംഗിച്ച യേശു അവൻ ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമല്ല, അവനിൽ ഉവ്വ എന്നേയുള്ളൂ. മാറിയും മറിച്ചും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നവനല്ല. പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ഉപദേശിച്ച ഉപദേശത്തിന് അല്ലെങ്കിൽ സുവിശേഷത്തിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു പറഞ്ഞാലും ഇത് പറഞ്ഞ ഞങ്ങൾ വന്നു പറഞ്ഞാലും ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറന്നു പോകരുത്. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-6 വാക്യം ആർക്കോ ജനിച്ച ഒരു ശിശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ആർക്കോ ഒരു മകൻ നൽകപ്പെട്ടതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ശിശുവിന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ പേരാണ് കേട്ടോ. ആർക്കോ ജനിച്ച ഒരു ശിശു, ആർക്കോ നൽകപ്പെട്ട ഒരു മകനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെങ്ങും അത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണെന്ന് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. ഇതൊന്നും പുതിയതല്ല നമ്മളെ സംബന്ധിച്ച്. ഓക്കെ, ആർക്കോ ജനിച്ച ഒരു മകൻ, ആർക്കോ നൽകപ്പെട്ട ഒരു മകൻ, ഒരു ശിശു, ആ ശിശുവിൻ്റെ കാര്യമാണ് അവന് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടുന്ന പേരാണ്. മനസ്സിലായോ? വിളിക്കപ്പെടുന്ന ആരായ ശിശു? ആ ശിശു ആരാണ്? ആരുടെ മോനാ? ആർക്ക് നൽകപ്പെട്ട മകനാണ്? ഒരു തെളിവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ കൊണ്ട് വന്നിട്ടൊന്നും ബൈബിൾ വളരെ സുവ്യക്തമായ തെളിവോടെ പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങളെ ഖണ്ഡിക്കാൻ ഒരുത്തർക്കും കഴിയത്തില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വളരെ സ്ഫുടമായി തന്നെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17-3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ 1 വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, എവിടാ പിതാവ്? സ്വർഗത്തിലാണ്. സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും നിത്യജീവനെ നൽകേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം, ഏക സത്യ ദൈവമായ നിന്നെയും. എത്ര സത്യദൈവമുണ്ട്? വൺ, only one. This is life eternal, that they might know thee, the only true God, monon alithinoon theon. ഒരേ ഒരു സത്യദൈവം. ആരാണ്?
ഈ ആരോടാണോ പുത്രൻ സംസാരിക്കുന്നത് അവനാണ് ഒരേ ഒരു സത്യദൈവം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ഒരേ ഒരു സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു. അപ്പൊ ആരാണ് ഒരേ ഒരു സത്യദൈവം? യേശുക്രിസ്തുവിനെ ആരാണോ അയച്ചത് അവനാണ് ഒരേ ഒരു സത്യദൈവം. ആരാ യേശുക്രിസ്തുവിനെ അയച്ചത്? പിതാവാണ് യേശുക്രിസ്തുവിനെ അയച്ചത്. ആ പിതാവിനോട് സംസാരിക്കുന്നു എന്നാണ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ആ ഉപദേശത്തിന് വിപരീതമായി യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് ഏതെങ്കിലും ഒരുത്തൻ വന്ന് പറഞ്ഞാൽ, സോറി, വി കനോട്ട് അക്സെപ്റ്റ് ഇറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ക്രൈസ്റ്റ്. That's against the doctrine of Christ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അപ്പൊ യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവം എന്ന് പറഞ്ഞു വരുന്ന ഉപദേശിക്ക് ദൈവമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു മാത്രം ദൈവമെന്നും പറഞ്ഞാലും വന്നാൽ അവനും ദൈവമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശു മഗ്ദലക്കാരത്തി മറിയയോട് പറയുന്നു, എന്നെ തുടരുത്. എവിടെയാ വാക്യം? യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അപ്പൊ യേശുവിന് പിതാവിൻ്റെ അടുക്കൽ പോകണമെങ്കിൽ മുകളിൽ എവിടേക്കോ കയറിപ്പോകണമെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറയുക, ഞാൻ നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. മനസ്സിലായോ? യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനാണ് യേശുക്രിസ്തുവിൻ്റെ അനുഗാമികളായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരായ ക്രിസ്ത്യാനികൾക്ക് ഒരേ ഒരു സത്യദൈവം. അതല്ലാതെ ഒന്നിലധികം ദൈവങ്ങൾ യേശുക്രിസ്തുവിന്റെ അനുയായികൾക്കില്ല. ഒന്നിലധികം ദൈവങ്ങളുള്ളവർ അല്ലെങ്കിൽ ഒന്നിലധികം പേരാണ് ദൈവങ്ങൾ എന്ന് ഒന്നിലധികം പേരാണ് ദൈവമെന്ന് പറയുന്നവൻ ക്രിസ്തുവിന്റെ അനുകാരിയല്ല, ക്രിസ്തുവിന്റെ അനുഗാമിയല്ല, ക്രിസ്തുവിന്റെ ശിഷ്യനല്ല, അവൻ ക്രിസ്ത്യാനിയല്ല. അവൻ എതിർ ക്രിസ്തുവിന്റെ അനുഗാമിയാണ്, അവൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. നിത്യജീവൻ അവന് കിട്ടാനേ പോകുന്നില്ല. നിത്യജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കണം. ദൈവമുള്ളവനാകണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കണം. അത് വിട്ട് അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 9-10 വാക്യങ്ങൾ വായിക്കണം. വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഉപദേശത്തിന് വിപരീതമായി കൊണ്ടുവരുന്ന ഏതൊരു ഉപദേശത്തോടും അകന്നിരിക്കണമെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. വാക്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഒന്നുകൂടി ആവർത്തിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, അതിന്റെ 15-ാം വാക്യം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കണം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിപരീതമായി, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി ഏതൊരു ഉപദേശവുമായി ആര് വന്നാലും അവന് നിത്യജീവനില്ല. അവൻ ദൈവമില്ലാത്തവനാണ്. ക്രിസ്തുവിന്റെ സത്യ ഉപദേശത്തിൽ നിൽക്കുവാനും ക്രിസ്തുവിലൂടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതായ, ക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതായ നിത്യജീവന അവകാശിയാകുവാനും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കണമെന്നാണ്. എവിടെയാണ്? യോഹന്നാൻ 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. വളരെ കൃത്യമായ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ. അതിനോട് ചേർന്ന് വസിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതിന് വിപരീതമായി വരുന്ന ഏതൊരു വാക്കിനാ കിട്ടിയ, വാമൊഴിയാ കിട്ടിയ എന്ന് പറയുന്ന ഉപദേശങ്ങളെയും നേരെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളയണം.
പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആക്കണം. അല്ലാതെ ഓരോരുത്തന്മാര് വരുന്നവനും പോകുന്നവനും ഇത് ഞങ്ങളുടെ പിതാക്കന്മാര് പഠിപ്പിച്ചതാണെന്നുള്ള അവകാശവാദമായിട്ട് വരുമ്പോൾ അത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ അതിന് പ്രയോജനമില്ല, അതിന് ആധികാരികതയില്ല. ഇനി വാക്കിനാലോ ലേഖനത്താലോ ലഭിച്ചത് തമ്മിൽ കോൺട്രഡിക്ഷൻ ആകാൻ പാടില്ല. വാക്കിനാൽ തന്നതിന് തെളിവില്ല, ലേഖനമായി തന്നതിന് തെളിവുണ്ട്. അപ്പോൾ ലേഖനവും വാക്കിനാലും ലേഖനത്താൽ കിട്ടിയതും വാക്കിനാൽ കിട്ടിയതും തമ്മിൽ ഒന്നായിരിക്കണം, ഐക്യമുണ്ടാകണം, ആശയപ്പൊരുത്തമുണ്ടാകണം, ആശയ വൈരുദ്ധ്യമുണ്ടാകുവാൻ പാടില്ലെന്നർത്ഥം. എൻ്റെ പ്രിയരെ, തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പോകുന്നവനും പറയുന്ന അവകാശവാദങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്താൽ, തിരുവെഴുത്തുകളോട് ചേർന്ന് നിന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട നിത്യജീവൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമാക്കാം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. നമുക്ക് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാം. അപ്പോസ്തലന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശത്തിൽ തന്നെ, ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിൽ തന്നെ നമുക്ക് നിലനിൽക്കാം, നിത്യജീവൻ അവകാശമാക്കാം. സർവശക്തനായ ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മുടെ പ്രിയ